ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേഷനാണ്. ഇപ്പോൾ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരെ കണ്ടസ്റ്റൻറ്റിനോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒണീൽ, ജിഷിൻ, റെന ഇവരെയാണ് കണ്ടസ്റ്റൻറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ സ്ഥാനങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി അവരോട് 5 പരിഷ്കാരങ്ങൾ എന്തൊക്കെ ബി ഹൗസിൽ കൊണ്ടുവരുമെന്ന് പറയാൻ പറഞ്ഞു. ഒണീൽ കുറേ ആരും ഇനി വേറെ ക്യാപ്റ്റനൊന്നും ആവാതെ ഞാൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞു. ജിഷിൻ പറഞ്ഞത് കിച്ചണിൽ പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കും, ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടിടും, വെസലും ഇതൊക്കെ കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെന പറഞ്ഞ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ ആർക്കും എങ്ങനെ ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അത് ഒരു ശരിയായിട്ടുള്ള പരിഷ്കാരമല്ല. കാരണം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഭക്ഷണം എല്ലാവരും ഇഷ്ടംപോലെ കഴിച്ചാൽ അത് തീർന്നു പോകും, പിന്നീട് അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് റെനയ്ക്ക് 3rd സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. അനീഷ് മാത്രമാണ് ജിഷിനെ ഫസ്റ്റ് സ്ഥാനത്തേക്ക് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഒണീൽ, ജിഷിൻ, റെന ഇങ്ങനെയാണ് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഗ്രൗണ്ടിൽ പെഡസ്റ്റൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ ക്യാപ്റ്റൻ എഴുതിയ സ്റ്റിക്ക് ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ പിന്നെ ക്യാപ്റ്റൻ എഴുതുകയും വേണം. ഒണിയിലും റെനയും നിന്ന ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നത് കൊണ്ട് അവർക്കത് ഒട്ടിക്കുന്നതൊക്കെ വീണ് പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് നിന്നിട്ടുള്ളത് ജിഷിൻ്റെ തന്നെയാണ്. സ്റ്റിക്കി നോട്ടുകൾ അവിടെ ഒട്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജിഷിനെയാണ് ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജിഷിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.